Hello everyone, welcome to another video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിന് പൊതുവായിട്ടുള്ള സംശയമാണ് CMA ഇന്ത്യ എടുക്കണോ CMA US എടുക്കണോ എന്നുള്ളത്. CMA ഇന്ത്യ ആണെങ്കിലും US ആണെങ്കിലും രണ്ടും മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് കോഴ്സ് തന്നെയാണ്. ഒരേ കോഴ്സ് തന്നെയാണ്, പക്ഷേ രണ്ട് ഡിഫറൻറ്റ് പ്രൊഫഷണൽ ബോഡീസ് ആണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ വ്യത്യാസം. പിന്നീട് ഇതിനകത്ത് എക്സാം പാറ്റേണിൽ ഡിഫറൻസ് ഉണ്ട്, എക്സാമിൻ്റെ ഫീസിൽ ഡിഫറൻസ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ ഇതിലുണ്ട്. ഓപ്പർച്യൂണിറ്റീസിലും ചില വ്യത്യാസങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ CMA ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യൻ കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഗവൺമെൻറ് ഈ ഒരു കോഴ്സ് വെച്ചിട്ട് നമുക്ക് ചില പർട്ടിക്കുലർ ഗവൺമെൻറ് ജോബ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് CMA ഇന്ത്യ ആണ് പഠിക്കുന്നതെങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. CMA US പഠിക്കുന്ന ഒരാൾക്ക് ഗവൺമെൻറ് സെക്ടറിലെ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതേസമയം ഇന്ത്യ പഠിക്കുന്ന ആൾക്ക് അത് സാധിക്കുന്നതാണ്. അപ്പോൾ അത് ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആണ് ഇന്ത്യൻ CMAക്കുള്ളത്. എന്നാൽ ഇന്ത്യൻ CMAയുടെ നെഗറ്റീവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് CA പോലെ തന്നെ ഗ്രൂപ്പ് സിസ്റ്റമാണ്. ഏകദേശം 20-നടുത്ത് പരീക്ഷകളുണ്ട്. ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ട് 20ഓളം എക്സാംസ് ഉണ്ട്. പ്രാക്ടിക്കൽ റിക്വയർമെന്റ് 2 കേസിലുണ്ട്, US-ലുമുണ്ട്, ഇന്ത്യയിലുമുണ്ട്. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആവശ്യമാണ്. സോ ഇവിടെ ഈ 20 എക്സാംസ് എന്നുള്ളത് വലിയ വിഷയമല്ല. പക്ഷേ ഗ്രൂപ്പ് സിസ്റ്റം ആകുമ്പോൾ അഗ്രിഗേറ്റ് മാർക്ക്, ഒരു ഗ്രൂപ്പിൽ 4 സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. 4 സബ്ജക്റ്റിന് 400 മാർക്കാണ്. അതിൽ അഗ്രിഗേറ്റ് 200 ടച്ച് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് ഫെയിലാണ്. സോ ആ എക്സാംസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നിങ്ങൾക്ക് എക്സംഷൻ കിട്ടണം. ഒരു സബ്ജക്റ്റ് ഇനി ഒരു കാരണവശാലും എഴുതേണ്ടാന്നൊരു അവസ്ഥ കിട്ടണമെങ്കിൽ 100ൽ 60 എബോവ് സ്കോർ ചെയ്യേണ്ടതാണ്. ആ 60 എബോവ് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ടഫായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ ഇവിടെ എക്സാം കുറച്ചുകൂടെ ടഫാണ്. റിജിഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് എന്തിനുള്ളത്, ഇന്ത്യൻ CMAക്കുള്ളത്. എന്നാൽ നിങ്ങൾ US CMAയിലേക്ക് വരുന്ന സമയത്ത് അവിടെ 2 പരീക്ഷകളുണ്ട് എന്നുള്ളതാണ് ഒരു അട്രാക്റ്റീവ് ഫാക്ടർ. ഒരുപാട് എക്സാംസ് ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫാക്ടറാണ്. പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്നൊരു സംവിധാനം അതിൻ്റെ അണ്ടറിലുണ്ട്. പക്ഷേ അത് ഈസി ആയിട്ട് പാസ്സാവാം, വളരെ എളുപ്പത്തിൽ അങ്ങോട്ട് പാസ്സാവാം എന്നാരും വിചാരിക്കേണ്ട. തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു ടഫ്നെസ് അതിനുണ്ട്. ചുമ്മാതെ പോയിട്ട് എന്തെങ്കിലും നമ്മൾ കോളേജിൽ പഠിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചതുപോലെയോ പെട്ടെന്ന് പോയി പഠിച്ച് പാസ്സാവാൻ പറ്റുന്ന ഒരു കോഴ്സ് അല്ല എന്ത് CMA US ആണെങ്കിൽ പോലും. ഇനി കോസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ CMA പഠിക്കാൻ നമുക്ക് വലിയ ചിലവില്ല. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ട്യൂഷൻ ഫീ എന്നുള്ള കാറ്റഗറി മാറ്റി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ആണെങ്കിലും എക്സാം ഫീ ആണെങ്കിലും നിങ്ങൾ എക്സാംസ് റിപ്പീറ്റ് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് തുച്ഛമായ പൈസ ആവുന്നുള്ളൂ. അതിപ്പോൾ ഇന്ത്യൻ CA ആണെങ്കിലും CMA ആണെങ്കിലും CS ആണെങ്കിലും അങ്ങനെ തന്നെ. പരീക്ഷ എഴുതുന്നതിന് വലിയ രീതിയിലുള്ള ഒരു ചിലവ് വരുന്നില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് മാത്രമേ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അതേസമയം US CMAയിലേക്ക് വരുമ്പോൾ 2 പരീക്ഷ ഉള്ളൂ. പക്ഷേ ആ എക്സാം ഫീസ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം ഒരു 25,000 to 30,000 വരെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാം ഫെയിൽ ആവുകയാണെങ്കിൽ വീണ്ടും ആ ഒരു 25,000 to 30,000 അടയ്ക്കേണ്ടി വരും. ഇതിനകത്ത് ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. നിങ്ങൾ അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വഴിയാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ US CMAയിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ബട്ട് സ്റ്റിൽ അതിൻ്റെ ഒരു ഒറിജിനൽ പ്രൈസ് നോക്കുമ്പോൾ 25,000 to 30,000 വരെ എക്സാം ഫീ വരുന്നുണ്ട്. ഇന്ത്യൻ CMAയിലേക്ക് വരുമ്പോൾ അണ്ടർ 5,000 മറ്റോ ആണ് അതിൻ്റെ ഒരു ഫീസ് വരുന്നത്. സോ അവിടെ ഇന്ത്യൻ CMAയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഫീസ് നിങ്ങൾക്ക് ഒരു വലിയ ഫൈനാൻഷ്യൽ ബർഡൻ ആരുണ്ടാക്കുന്നില്ല, ഇന്ത്യൻ CMA ഉണ്ടാക്കുന്നില്ല. പക്ഷേ US CMAയ്ക്ക് ഈ പറഞ്ഞ 2 പരീക്ഷയേ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ മെറിറ്റ്. പ്ലസ് MCQ ആണ്. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമുക്ക് essay ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പോലും 100 ക്വസ്റ്റ്യൻസ് MCQ ആണ്. അതാണ് CMA USൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. അത് പാസ്സായി കഴിഞ്ഞാൽ essay എഴുതി പാസ്സാവുക എന്ന് പറയുന്നതൊന്നും വലിയൊരു സംഭവമല്ല. ഈ 100 MCQs പാസ്സാവുന്നതാണ് അതിൻ്റെ ഒരു മെയിൻ സംഭവം. സോ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഇങ്ങനെ വലിച്ചു വാരി സാധനങ്ങൾ കാണാതെ പഠിച്ചു പോയി എഴുതാൻ താല്പര്യമില്ലാത്ത ഒരാൾക്ക് തീർച്ചയായിട്ടും CMA US നല്ല പ്രിഫറബിൾ ആയിരിക്കും. എന്നാൽ ഈ ഓപ്ഷൻസ് നോക്കി കറക്കി കുത്തി എഴുതാം എന്നാരും വിചാരിക്കേണ്ട. അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല വരുന്നത്. തീർച്ചയായിട്ടും പഠിച്ച് കോൺസെപ്റ്റ് മനസ്സിലാക്കിയ ആളുകൾക്ക് മാത്രമേ അത് എഴുതി പാസ്സാവാൻ സാധിക്കൂ. മറ്റൊരു അഡ്വാൻറ്റേജ് ഈ MCQയിൽ നെഗറ്റീവ് മാർക്കില്ല. നമ്മൾ PSC പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ അറിയാമല്ലോ, തെറ്റിക്കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കുണ്ട്. ഇവിടെ നെഗറ്റീവ് മാർക്കില്ല എന്നുള്ളത് അഡ്വാൻറ്റേജ് ആണ്. സോ ഇവിടെ അഡ്വാൻറ്റേജസ് നോക്കുമ്പോൾ CMA USൻ്റെ അഡ്വാൻറ്റേജസ് എക്സാമിൻ്റെ എണ്ണം കുറവാണ്, എക്സാം MCQ ബേസ്ഡ് ആണ്, നെഗറ്റീവ് മാർക്സ് ഇല്ല, കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ് എന്നുള്ളതാണ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഇനി ഇന്ത്യൻ CMAയുടെ നെഗറ്റീവ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എക്സാംസ് കൂടുതലാണ്, ഗ്രൂപ്പ് സിസ്റ്റം കൂടുതലാണ്, ഡ്യൂറേഷനും കമ്പാരിറ്റീവ്ലി കൂടുതലാണ് എന്നുള്ളതാണ് അവിടെ നെഗറ്റീവ്സ്. പോസിറ്റീവ്സ് കോസ്റ്റ് കുറവാണ്, ഗവൺമെൻറ് ജോബ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ ഏതാണ് പ്രിഫർ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇതിൽ ഏതാണ് അഫോർഡബിൾ ആയിട്ട് തോന്നുന്നത്, തീർച്ചയായിട്ടും ആ കോഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലാതെ ഇന്നതാണ് ബെറ്റർ, ഇതാണ് ബെസ്റ്റ് എന്ന് ഒരു അഭിപ്രായം പറയാൻ എനിക്ക് സാധിക്കില്ല. ചില ആളുകൾക്ക് ഇന്ത്യൻ CMA ആയിരിക്കും പ്രിഫറബിൾ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടണമെന്നാണ് അതിയായ ആഗ്രഹം, ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ത്യൻ CMA എടുക്കുക. മറിച്ച് നിങ്ങൾക്ക് കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങൾ മൾട്ടിനാഷണൽ കമ്പനീസിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങൾ അങ്ങനെ ഒരു ഗവൺമെൻറ് ജോലി അല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് എക്സാംസ് എഴുതി സമയം കളയാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് ക്യാഷ് അത്ര വലിയൊരു ഇഷ്യൂ അല്ല, എക്സാം ഫീ ഒന്നും നിങ്ങളെ വലിയതായിട്ട് ബാധിക്കുന്ന കാര്യമല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് CMA US സെലക്ട് ചെയ്യാവുന്നതാണ്.
സോ ഈ ഒരു കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.